എല്ലാവർക്കും നമസ്കാരം. ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങയും കുടമ്പളിയും ഇട്ട് കണവ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ 2 കിലോ കണവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിന്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. കണവ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഈ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുക്കറിലിട്ട് വേവിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത്. ഇനി അകത്തേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ 3 കഷ്ണം കുടംപുളി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, കാര്യം ഓൾറെഡി ഇതിനകത്ത് ഇത് വേവുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ആയി വരും. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തോളും. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കണവ വേവുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാനൊരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇത് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വെളുത്തുള്ളി അതും തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില. നമുക്ക് ആദ്യം മസാല വരട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതല്ല വേറെ ഏതെങ്കിലും ഒലിവ് ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആ ബാലൻസ് ഇരുന്ന ഗരം മസാല പൊടിയില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല കണ്ടോ, മറ്റേ അതിനകത്തിരുന്ന ആ കണവയിൽ ഉണ്ടായിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും വെള്ളമില്ല, നല്ല ടൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, കാര്യം തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് മാറി നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിന് മുന്നേ നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കണം, ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന്. ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ കണവ വരട്ടി എടുത്തത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. കണവ റോസ്റ്റ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ കുടംപുളിയും തേങ്ങയും ഇട്ടിട്ടാണ് ഇത് വരട്ടി എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതേപോലെ കണവ വേവിക്കാൻ നമ്മൾ കുക്കറി വെക്കുമ്പോൾ 2 വിസിൽ മതിയാവും. അപ്പോൾ 2 വിസിൽ കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ആദ്യം അവിടെ ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.